ചൂടുള്ള ഒരു വാർത്ത അടുത്ത കാലത്ത് നമുക്ക് തന്നത് ഡിവൈഎഫ്ഐ നേതാവ് മനു തോമസ് ആണ്. CPM-ഉമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അത് പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ CPM-ലെ ജില്ലാ കമ്മിറ്റി അംഗവും യുവ നേതാവുമായിരുന്ന M ഷാജർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നൊരു പരാതി മനു തോമസ് എന്ന ഈ ഡിവൈഎഫ്ഐ മുൻ ജില്ലാ കമ്മിറ്റി അംഗം DCCക്ക് കൊടുക്കുന്നു 2022-ൽ. പാർട്ടി അത് അന്വേഷിച്ച് നടപടിയെടുക്കും എന്നാണ് മനു തോമസ് കരുതിയത്. ഒരു ഏകാംഗ കമ്മീഷനെ നിയമിച്ചു. പക്ഷേ അതിനുശേഷം ആ കമ്മീഷൻ ആരോപണം തള്ളിക്കളയുന്നു. പിന്നീട് സംസ്ഥാന കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അപ്പോഴും മനുവിന് അനുകൂലമായിട്ട് നിലപാടുണ്ടാവുന്നില്ല. ഒടുവിൽ മനു അംഗത്വം പുതുക്കാതെ പാർട്ടിയിൽ നിന്ന് സ്വയം ഒഴിയുകയായിരുന്നു. കൊട്ടേഷൻ സംഘങ്ങളുമായി ഷാജറിന് ബന്ധമുണ്ട് എന്നതാണ് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം. മനു തോമസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. മനു തോമസ്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മനു സഖാവ് മനു തോമസ് ആയിട്ട് തന്നെയാണോ ഇപ്പോൾ സംസാരിക്കുന്നത്? തീർച്ചയായിട്ടും. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ലളിതമായ ആദ്യത്തെ ചോദ്യം, എല്ലാ കാലത്തും ഇടതുപക്ഷമായിരിക്കും. ശരി, CPM-ൽ നിന്ന് താങ്കൾ സ്വയം ഒഴിവായതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയുകയാണ് ചെയ്യേണ്ടത്. അതെ, ഞാൻ അങ്ങോട്ട് ചോദിക്കാം. പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് കഴിഞ്ഞ 15 മാസമായി താങ്കൾ പാർട്ടിയുടെ ഫോറങ്ങളിൽ പങ്കെടുക്കാറില്ല. താങ്കൾ അംഗത്വം പുതുക്കാതെ സ്വയം ഒഴിയുകയായിരുന്നു, അല്ലേ? തീർച്ചയായും. പക്ഷേ എനിക്കിത് പറയുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഞാൻ ഈ ഇന്നലെ മിനിങ്ങാന്ന് മുതൽ ഈ വാർത്തകൾ വന്ന് തുടങ്ങിയപ്പോൾ പല ചാനലുകളും പത്രക്കാരും എന്നെ സമീപിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവരോടൊന്നും പറഞ്ഞ് എനിക്ക് വ്യക്തിപരമായി ഒന്നും പറയാനില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ മിനിങ്ങാന്ന് മാധ്യമങ്ങളോട് പൊതുവിൽ സംസാരിക്കുകയും ചെയ്തു. സംസാരിക്കാനുണ്ടായ കാരണം, ഞാൻ കഴിഞ്ഞ കുറേയായി നിശബ്ദനായിരുന്ന ആളാണ്. ഒരു കാര്യങ്ങളും ഞാൻ പറയാതെ ഇടപെടാതെ ഇരുന്ന ആളാണ്. പക്ഷേ എനിക്ക് പറയേണ്ടി വന്ന, നിർബന്ധപൂർവ്വം ചാനലുകളോട് പറയേണ്ടി വന്ന സാഹചര്യം എന്ന് പറയുന്നത്, താങ്കളുടെ ഈ ചാനലിനകത്താണ് ആദ്യമായി ഈ CPM-ൻ്റെ സംഘടനാ രഹസ്യം ചോർത്തി, ആരാന്ന് എനിക്കറിയില്ല, ആരോ ചോർത്തി ഒരു വ്യാജ വാർത്തയായിട്ട് എനിക്കെതിരെ ആദ്യമായി കൊടുത്തത്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ വലിയ പ്രയാസം തോന്നി. കാരണം എന്താ വെച്ചാൽ, തീർത്തും അടിസ്ഥാനരഹിതമായ കാര്യം, ഒരു സത്യം അവിടെ ഇങ്ങനെ നിവർന്ന് കിടക്കുമ്പോൾ അതിനെ മാറ്റിയിട്ടിട്ട് വേറൊരു അസത്യത്തെ പ്രചരിപ്പിക്കാൻ ആദ്യം ഉപയോഗിച്ചത് താങ്കളുടെ ചാനലിലാണ്. അത് തെറ്റാണ് എന്നിപ്പം താങ്കളിപ്പം പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ട്. കാരണം എന്നെ പാർട്ടി പുറത്താക്കിയതല്ല, ഞാൻ സ്വയം ഒഴിഞ്ഞു നിന്നതാണ്. അപ്പോൾ ആ വാർത്തയുടെ ഉള്ളടക്കം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അത് CPM-ൻ്റെ തീരുമാനം താഴേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംഘടനയ്ക്കകത്ത്. ആ ജില്ലാ കമ്മിറ്റിയുടെ ഒരു തീരുമാനം എങ്ങനെയാണ് ചാനലുകൾക്ക് കിട്ടിയതെന്നും അത് എനിക്കെതിരായി ഉപയോഗിക്കാൻ എങ്ങനെയാണ് സാധിച്ചതെന്നും, അപ്പോൾ എനിക്കെതിരായിട്ട് പ്രവർത്തിക്കണമെന്നും എനിക്ക് ഉണ്ടെന്ന് പൊതുസമൂഹത്തിൽ വരുത്തി അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന കുറച്ചാളുകളെങ്കിലും ആ സംവിധാനത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചാനലുകൾക്ക് മുമ്പിൽ തയ്യാറായത്. മനുവിനെതിരെ ഒരു ഗൂഢാലോചന നടന്നു എന്നതാണ് മനു പരാതിയിൽ പറഞ്ഞിരുന്നത്. ഇതൊരു വ്യക്തിയാണോ, ഒരു കൂട്ടം വ്യക്തിയാണോ? സ്ട്രെയിറ്റ് ആയി ചോദിച്ചാൽ M ഷാജർ മാത്രമേ ഉള്ളൂ? അതല്ല, ഷാജറിനെ അനുകൂലിക്കുന്നവരും CPM-ന്റെ ജില്ലാ കമ്മിറ്റി? അതൊരു സൈന്യം കണക്കെയാണ്. എനിക്കെതിരെ ഒരു സൈന്യം കണക്കെയാണ് അവർ ബോധിക്കുക. അവരിപ്പം ഇന്നലെ എന്നെ പുറത്താക്കിയെന്നുള്ള നിങ്ങളുടെ വാർത്തയെ അവലംബമാക്കിക്കൊണ്ടാണ് അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് വെച്ചുകൊണ്ട് അവർ പലതരത്തിലുള്ള ട്രോളുകളും ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലത്തും. ഈ കൊട്ടേഷൻ തലവന്മാർ, അതിൻ്റെ ഫാൻസുകാർ എല്ലാം, അതൊരു ആർമിയാണ്. അത് വളരെ ഗുരുതരമായ ആരോപണമാണ്. ജില്ലാ കമ്മിറ്റിയിലടക്കം ആ ആർമി, കൊട്ടേഷൻ സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ ഒരു ആർമി, ഒരു സമാന്തര സൈന്യമുണ്ട്, അല്ലേ? തീർച്ചയായും. അത് നേരത്തെ ഭയങ്കര സജീവമായിരുന്നു. ഇപ്പോൾ അതിന് എത്രമാത്രം ശക്തിയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും അവർ കിട്ടുമ്പോഴൊക്കെ, സ്ഥലം കിട്ടുമ്പോഴൊക്കെ അവരത് നല്ലതുപോലെ ഉപയോഗിക്കാറുണ്ട്. മനു തോമസ്, അതുകൊണ്ട് മനു തോമസിനെതിരെയുള്ള ഒരു ഗൂഢാലോചന ഷാജറും സംഘവും നടത്തിയെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് മനു ഇതിനെതിരെ പ്രതികരിക്കാമെന്ന് തീരുമാനിക്കുന്നത്. അതായത് ഷാജർ തനിക്കെതിരെ തിരിഞ്ഞില്ലായിരുന്നെങ്കിൽ മനു തോമസ് ഇപ്പോഴും
അല്ല, ഞാൻ ഇതിനകത്ത് വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ളൊരു പരാതി അല്ല ഇതിനകത്ത് സത്യത്തിൽ. ഞാൻ പല വിഷയങ്ങളും നമ്മൾ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പിന്നെ ചർച്ച ചെയ്യണമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ എതിർക്കപ്പെടേണ്ടതാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മൾ പാർട്ടിക്കകത്ത് പാർട്ടി ഫോറത്തിൽ ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിലത് മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് സ്വാഭാവികമായും ചർച്ച ചെയ്യും. നമ്മൾ പാർട്ടിയിൽ ചൂണ്ടിക്കാണിക്കും. ചില തെറ്റായ പ്രവണതകൾ ഉണ്ടെങ്കിൽ അത് എടുത്തു കാണിക്കുകയും ചെയ്യും. താങ്കൾക്ക് എങ്ങനെ തെറ്റായ പ്രവണതയായി തോന്നിയ ഒരു കാര്യം ഈ ഷാജിർ താങ്കൾക്കെതിരെ തിരിയുന്നതുവരെ താങ്കൾ സംസാരിച്ചില്ലേ എന്നതാണ് എൻ്റെ ചോദ്യം. അതായത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായും കൊട്ടേഷൻ സംഘങ്ങളുമായും പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് ബന്ധമുണ്ട് എന്നുള്ളത് താങ്കൾക്ക് നേരത്തെ അറിയാമായിരുന്നോ? തീർച്ചയായും അത് ഞാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വരെ പരാതി കൊടുത്ത വിഷയമാണ്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റിക്കൊക്കെ ഇത് സംബന്ധിച്ച് വ്യക്തമായ ഇത് ഞാൻ കൊടുത്തതാണ്. ഈ ആളുകൾ പിന്നെ എനിക്കെതിരെ നടത്തിയിട്ടുള്ള വ്യക്തിപരമായി നടത്തുന്ന ആക്രമണത്തെ സംബന്ധിച്ചും ഒക്കെ നേരത്തെ തന്നെ ഒരുപാട് തവണ അതൊക്കെ. മനു തോമസ് എപ്പോഴാണ് ഈ വിവരങ്ങൾ അറിയുന്നത്? മനു തോമസ് കണ്ണൂരിൽ തന്നെ പാർട്ടിയുടെ ഡിവൈഎഫ്ഐയുടെ ചുമതല വഹിച്ചിരുന്ന ഒരാൾ കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ നേരത്തെ അറിയാമായിരിക്കുമല്ലോ. എങ്ങനെയാണ് ഈ പാർട്ടി കൊട്ടേഷൻ സംഘങ്ങളുടെ പിടിയിൽ, അല്ലെങ്കിൽ ഏത് കാലം മുതലാണ് എന്നതാണ് മനുവിന് മനസ്സിലായത്? ആരൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാരാവുന്നത്? എനിക്ക് തോന്നുന്നു ആകാശ് തില്ലങ്കേരി അടക്കമുള്ളവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ ശബ്ദ സന്ദേശം ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് കുറച്ച് കാലമായി, വർഷങ്ങൾക്ക് പഴക്കമുള്ള ഇതാണ്. അതിന് അവർക്ക് എല്ലാ പ്രതാപവും ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു കണ്ണൂർ. അന്ന് ഇവരൊക്കെ ഈ പാർട്ടിയുടെ ഔദ്യോഗികമായി പാർട്ടിയുടെ ഭാഗമായി തന്നെയാണ് പ്രവർത്തിച്ചത്. അതിന് സംവിധാനം ഒരുക്കിയിരുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ അത് തള്ളിപ്പറയേണ്ട ഒരു ഘട്ടം വന്നപ്പോഴാണ് ഇതെല്ലാം അങ്ങനെ സംഭവിച്ചത്. ഇപ്പോൾ ഏതായാലും പാർട്ടി അതിനോട് കൃത്യമായ നിലപാട് ഇന്നലെ എം പി ജയരാജൻ പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യമാണ്. പക്ഷെ അതിലേക്ക് എത്തുമ്പോഴും ഔദ്യോഗിക സ്ഥാനം വഹിക്കുമ്പോൾ തന്നെ കൊട്ടേഷൻ സംഘങ്ങളായും സ്വർണ്ണക്കടത്ത് സംഘങ്ങളായും ആകാശ് തില്ലങ്കേരി അടക്കമുള്ളവർ പ്രവർത്തിച്ചിരുന്നു. അവർ തീർച്ചയായിട്ടും അവർ ഇതിൻ്റെയൊക്കെ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇവർക്കൊക്കെ ഇതിനകത്ത് സംരക്ഷണം കിട്ടിയിട്ടുണ്ട്. സംരക്ഷണം കിട്ടിയത് കൊണ്ടായിരുന്നല്ലോ അവരൊക്കെ ഇങ്ങനെ മാറിയത്. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ മാറാൻ പറ്റില്ലായിരുന്നല്ലോ. അത് പിന്നീട് പാർട്ടിക്ക് തന്നെ മേൽ വളരുന്ന ഒരു സാഹചര്യത്തിലേക്ക് തലവേദനയാകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ പാർട്ടി പിന്നെ നമ്മളൊക്കെ ഇതിനകത്ത് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും അതൊരു ക്യാമ്പയിനായി എടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വന്ന ഘട്ടത്തിലാണ് അത് ക്യാമ്പയിനായി വന്നു. വലിയ ചർച്ചകളുണ്ടായി. അപ്പോൾ പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും അതിനകത്തുനിന്ന് പലതരത്തിലുള്ള പല ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങി. ആ സമയത്ത് പാർട്ടി അതിനകത്ത് ഒരു നിലപാട് എടുക്കേണ്ടതായി വന്നു, എടുത്തു. അത് ഏറ്റവും നല്ല കാര്യമാണ്. മനു, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനു, തുറന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്നവരും കൊട്ടേഷൻ സംഘക്കാരെയും പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ സംരക്ഷണത്തിന്റെ തണലിലാണ് പ്രവർത്തിച്ചത് എന്നാണ്. എന്തിനായിരിക്കും പാർട്ടി ഇവരെ ഉപയോഗിച്ചിട്ടുണ്ടാവുക? മനു തോമസ്. അല്ല, ഞാനതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പം പോകാൻ തയ്യാറല്ല ഈ സമയത്ത്. എന്തായാലും അവർക്ക് ഈ പറഞ്ഞ പാർട്ടിക്കകത്തുനിന്ന് ചില ആളുകളുടെ സംരക്ഷണം കിട്ടിയത് കൊണ്ടാണ് അവരിങ്ങനെ വളരുന്നത് എന്നുള്ളതിൽ യാഥാർത്ഥ്യമാണ്. അത് പാർട്ടി ഇപ്പോൾ തിരുത്താൻ ഏറെക്കുറെ തയ്യാറായിട്ടുണ്ട്. അത് ശുഭകരമായ കാര്യമാണ്. പക്ഷെ അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, ഷാജറിന്റെ മാത്രം പിന്തുണയല്ലല്ലോ ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഷാജനോടൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗത്തിന്റെ പിന്തുണ കൂടി ഈ അല്ലല്ല അതൊന്നുമല്ല പാർട്ടിയുടെ അതൊന്നുമല്ല പാർട്ടിയുടെ ഉന്നതരായ ആളുകൾ തന്നെ പിന്നെ അവരുടെ സഹായത്തിലാണ്. അതിന്റെ എല്ലാം കണ്ണിയായിട്ടാണ് ഈ പറഞ്ഞ കക്ഷികളൊക്കെ പ്രവർത്തിച്ചത്. അതായത് സംസ്ഥാന തലത്തിലുള്ള നേതാക്കളുടെ പോലും പിന്തുണ കിട്ടിയിട്ടുണ്ട് ഈ പറയുന്ന കൊട്ടേഷൻ സംഘങ്ങൾക്ക്. ആ ജില്ലാ നേതൃത്വത്തിലൊക്കെ പ്രവർത്തിച്ചവരുടെ നല്ല സഹായം അവർക്ക് എല്ലാ തരത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഇടയിൽ പ്രവർത്തിച്ചവരാണ് ഇവരൊക്കെ. താങ്കൾ പലതവണ ഇത് സംസ്ഥാന നേതൃത്വത്തെ ഫാൻസ് രാഷ്ട്രീയമൊക്കെ സി പി എമ്മിന് അതായത് സംസ്ഥാന നേതൃത്വത്തെ താങ്കൾ ഈ വിവരം CPM-നകത്ത് വന്ന ഘട്ടത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത്. മനസ്സിലായി. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ സംസ്ഥാന നേതൃത്വത്തിന് താങ്കൾ കത്തെഴുതിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിവരം സംസ്ഥാന നേതൃത്വത്തിന് ശ്രീ എം വി ഗോവിന്ദ മാഷിന്റെ ശ്രദ്ധയിൽ തന്നെ താങ്കൾ പെടുത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അപ്പോഴൊന്നും അനുകൂല പ്രതികരണമല്ല ഉണ്ടായത്. അതായത് ജില്ലാ കമ്മിറ്റിയിലെ നേതാക്കൾക്ക് ഒരു വീഴ്ചയുണ്ടായാൽ അത് സംസ്ഥാന കമ്മിറ്റിയിൽ താങ്കൾ
ചൂണ്ടിക്കാണിക്കുമ്പോൾ അഥവാ കത്തെഴുതുമ്പോൾ നേരിട്ട് താങ്കൾക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ കഴിയില്ലെങ്കിലും സംസ്ഥാന കമ്മിറ്റി എന്തുകൊണ്ടായിരിക്കും അത് അവഗണിച്ചിട്ടുണ്ടാവുക? അപ്പോൾ അങ്ങനെയാണെങ്കിൽ സംസ്ഥാന നേതാക്കൾക്ക് അതിൽ ഒരു പിന്തുണ കൊടുക്കുന്നുണ്ടാവില്ലേ ഈ ഗ്രൂപ്പുകൾക്ക്? അല്ല, സംസ്ഥാന നേതാക്കളോ അങ്ങനെ എല്ലാവരും ഇതിൻ്റെ എല്ലാം ഭാഗമാക്കാണെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. ഇതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്നവരും ഇതിൻ്റെയൊക്കെ സൗകര്യം ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട്. അത് ഞാനിപ്പോൾ ഒരു കത്ത് അല്ല ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഞാനെന്നല്ല ആര് കൊടുത്താലും ആ പരാതിയെ സംബന്ധിച്ചൊക്കെ പാർട്ടിക്ക് എങ്ങനെയാണ് പരിക്ക് പറ്റുമോ ഇതിനെ സംബന്ധിച്ചുള്ള നടപടികൾ സ്വീകരിച്ചാൽ അതൊക്കെയാണ് അതിൻ്റെ അകത്ത് ആദ്യം പരിഗണിക്കപ്പെടുക. ഞാനിപ്പം കൊടുക്കുന്നൊരു പരാതിയിൽ കൊട്ടേഷൻ സംഘങ്ങളുമായി അല്ല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ആളുകൾക്കെതിരെ നടപടിയെടുത്താൽ അത് വലിയ നിങ്ങളുൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് അത് വലിയ പുകിലാകില്ലേ? സ്വാഭാവികമായിട്ട് അത് പാർട്ടിക്ക് പരിക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞാൽ മതി, എന്നോട് ഒരാളെ ബോധ്യപ്പെടുത്തിയാൽ മതി. അത് ഞാൻ ബോധ്യപ്പെട്ട് ഞാൻ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അല്ല മനു തോമസ്, ഞാൻ ഓപ്പണായി ചോദിക്കട്ടെ, ഈ എം വി ഗോവിന്ദ മാഷിന് താങ്കൾ കത്തെഴുതുന്നത് എപ്പോഴാണ് മനു? ഞാൻ 2023 ഏപ്രിൽ. അതായത് ഏകദേശം ഒരു വർഷം മുമ്പാണ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ താങ്കൾ ഈ കാര്യം ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിന് തൊട്ട് മുമ്പ്. അതെ, ആ സമയത്ത് എം വി ഗോവിന്ദ മാഷിന്റെ പ്രതികരണം എന്തായിരുന്നു? മാഷിക്ക് കത്തു എം വി ഗോവിന്ദ മാഷ് പരിശോധിക്കാമെന്ന് പറയുകയാണ് ചെയ്തത്. ഞാൻ മനസ്സിലാക്കുന്നത് അത് അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിന് അത് റെഫർ ചെയ്യുകയും അവിടെ പരിശോധിച്ച് ഇത് കൂടുതലൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് അവർ കണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് കൂടുതൽ എന്തെങ്കിലും ചെയ്താൽ പാർട്ടി സംഘടനയ്ക്ക് പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ അതൊന്നും വേണ്ട എന്നുള്ളത് ഇതാണ്. ഈ പി ജയരാജന്റെ താങ്കൾ ഫാൻസ് അസോസിയേഷനെ കുറിച്ച് പറഞ്ഞു. പി ജയരാജൻ, എം വി ജയരാജൻ, ഇ പി ജയരാജൻ. അപ്പോൾ ഈ ജയരാജൻ ത്രയമടക്കം കണ്ണൂർ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കൊട്ടേഷൻ സംഘങ്ങൾ വളരെ സജീവമാവുന്നത് എന്ന ആരോപണം പലതവണ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. താങ്കൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ടോ? അതായത് ഷാജിറിന് മുൻപിൽ ഈ പറയുന്ന നേതാക്കളുടെ ഒക്കെ പിന്തുണ ഈ കൊട്ടേഷൻ സംഘങ്ങൾക്ക് കിട്ടി എന്നൊരു ആരോപണമുണ്ടോ താങ്കൾക്ക്? ഞാൻ പറഞ്ഞല്ലോ, ഔദ്യോഗികമായ ഒരു കാലത്ത് ഈ പറഞ്ഞ ആളുകളൊക്കെ ഈ കണ്ണൂർ അറിയാത്ത ആരാളുള്ളത്? കണ്ണൂരിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവരൊക്കെ പാർട്ടിയുടെ ഔദ്യോഗിക വക്താക്കളായി ചമഞ്ഞ് നടന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടാവും. അവർക്ക് ആ തരത്തിലുള്ള സംരക്ഷണം കിട്ടിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് ഇവർ സ്വർണ്ണക്കടത്ത് നടത്തുന്നതടക്കമുള്ള വിവരങ്ങൾ പാർട്ടിക്ക് അറിയാമായിരുന്നു. അല്ല, അവർ ഈ സൗകര്യം ഉപയോഗിച്ചുകൊണ്ടാണ് ആ ജോലിയിലേക്കൊക്കെ പിന്നെ മാറിയത്. പക്ഷെ അത് പാർട്ടിക്ക് അറിയാമായിരുന്നു എന്നതാണ്. അത് പിന്നീടാണല്ലോ ഇവരെ പിടികൂടുന്നത്. അവർ അത് ചെയ്യുന്ന സമയത്ത് അത് പാർട്ടിക്ക് അറിയാമായിരുന്നു. താങ്കളടക്കം അതൊക്കെ ഈ സ്വർണ്ണക്കടത്ത് കൂടി ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊട്ടേഷൻ സംഘങ്ങളുടെ ഭാഗമായിട്ട് അവർ പ്രവർത്തിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം പാർട്ടി അവരെ ചില ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ആ ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടം കഴിഞ്ഞാൽ അവർ അത് കഴിഞ്ഞിട്ടുള്ള സമയം ചിലപ്പോൾ പാർട്ടിയിതരമായിട്ടുള്ള കൊട്ടേഷനുകൾ ഏറ്റെടുത്തേക്കാം. അങ്ങനെയൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും സ്വർണ്ണക്കടത്ത് നടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് അറിയാമായിരുന്നു എന്നതാണ് എൻ്റെ ചോദ്യം. ഈ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവർ അല്ലാതെ അറിയുന്നവരും ഉണ്ടാവാം, അറിയാത്തവരും ഉണ്ടാവാം. അങ്ങനെയാണ് അത്. പാർട്ടിയിലെ എല്ലാവരും അറിയുന്നുണ്ടാവില്ല, അറിയുന്നവരും ഉണ്ടാവാം. അപ്പം ചില ബന്ധങ്ങൾ തുറന്നിട്ടുമുണ്ട്. അവസാനം വരെ തള്ളിപ്പറയാൻ വിമുഖത കാണിച്ചവരുണ്ട്, എന്നാൽ ആദ്യമേ തള്ളി പറഞ്ഞവരുണ്ട്. മനു, അങ്ങനെയാണെങ്കിൽ എൻ്റെ സംശയം, ഒരു വ്യക്തിയുടെ കാര്യത്തിലാണെങ്കിൽ മനു പറയുന്നത് ഓക്കെ, പക്ഷെ ഒരു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അത് തള്ളിക്കളയണമെങ്കിൽ ഒന്നുകിൽ പാർട്ടിക്ക് ഇവരെ കൊണ്ടെന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ ആ പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റിയിലെ നേതാക്കൾക്ക് ഇവരെന്തെങ്കിലും ഗുണം കൊടുത്തിട്ടുണ്ടാവണം. അപ്പോൾ പാർട്ടിക്ക് അവരെന്തെങ്കിലും ഗുണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ ഓപ്പറേഷനുകളിലുള്ള ഇവരുടെ പങ്കാളിത്തമാണ്. അതല്ല പാർട്ടി നേതാക്കൾക്കാണ് ഗുണം കിട്ടിയിരിക്കുന്നതെങ്കിൽ അത് മറ്റെന്തോ കാര്യമാണ്. ഇതിലെന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക മനു? അല്ല, ഇതെല്ലാം വലിയൊരു മഞ്ഞുമലയാണ്. നമ്മളിപ്പോൾ അതിനകത്ത് നിന്ന് അടിയിൽ നിന്ന് തോണ്ടിയിട്ടിട്ട് വലിയ കുഴപ്പത്തിലേക്ക് പോകണ്ട. അതൊക്കെ വലിയ 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 ചർച്ചകളിലേക്കും വലിയ വലിയ സംവാദങ്ങളിലേക്ക് നയിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് ഞാനത് അതിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. എനിക്ക് ഉള്ള ഒരു ഒറ്റ കാര്യം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ സാമൂഹ്യമായ പ്രശ്നങ്ങളെ, സംഘടനാപരമായി സംഘടനയെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് പരിഗണിക്കപ്പെടേണ്ടതല്ല. അത് ഏതെങ്കിലും ഒരു വ്യക്തികളെ സംബന്ധിച്ചോ ഒന്നും മാത്രമല്ല, പല കാര്യങ്ങളെ സംബന്ധിച്ചും അതൊന്നും പരിഗണിക്കപ്പെടേണ്ടതില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇതിനോടൊന്നും സമരം ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. സമരസപ്പെട്ടു പോയാലേ നിങ്ങൾക്ക് സംഘടനാ പ്രവർത്തകനായി, പാർട്ടി പ്രവർത്തകനായി, പാർട്ടി നേതാവായി നിൽക്കാൻ സാധിക്കൂ എന്നുള്ളൊരു മെസ്സേജ്
ഇന്ന് പൊതുവിൽ നൽകുകയാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. അവിടെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അതെ അവിടെ എൻ്റെ വ്യക്തിപരമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഇതിനകത്ത് തുടരണമെന്ന് താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വ്യക്തിപരമായി ഇത്തരം കാര്യങ്ങൾ കണ്ടും കേട്ടില്ല എന്ന് നടിച്ച് ഇതിനകത്ത് തുടർന്നിട്ട് എനിക്ക് നേടേണ്ട ഒരു കാര്യവും ഞാൻ അതിനെ എൻജോയ് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഒഴിഞ്ഞു പോകാൻ തീരുമാനിച്ചത്. പക്ഷേ താങ്കൾ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നതിന് ശേഷമാണ് താങ്കൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇനിയിപ്പോൾ ഈ പാർട്ടിയിലേക്ക് താങ്കൾ തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല? അല്ല, ഞാൻ സത്യത്തിൽ ഇതൊന്നും പറയാൻ ഉദ്ദേശിച്ചു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മാധ്യമത്തിലൂടെ ആദ്യമായി CPM-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ചോർത്തി നൽകിയാലോ എനിക്കെതിരായി വാർത്ത കൊടുക്കാൻ വേണ്ടി. അത് തെറ്റായ രീതി. ശരിയായ കാര്യം അവിടെ അച്ചടിച്ച് വെച്ചിട്ടുണ്ട് പാർട്ടി. അത് നേരെ ഘടകവിരുദ്ധമായി അവർക്കെതിരായി വരാതിരിക്കാൻ വേണ്ടി അവർ തലതിരിച്ചു കൊടുത്തു, എനിക്കെതിരായി കൊടുത്തു. അപ്പോൾ യാതൊരു ഒരടിസ്ഥാനവും ഇല്ലാത്തൊരു കാര്യം അത് വാർത്തയായി ഫസ്റ്റ് വന്നു. അത് നേരത്തെ പറഞ്ഞ ഫാൻസുകാർ ആഘോഷമാക്കി. ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് മുഴുവൻ ഫാൻസുകാരും ആഘോഷമാക്കി. മനസ്സിലായില്ലേ? എന്റെ വിനീതമായ അഭ്യർത്ഥന നിങ്ങളുടെ ചാനലാണത് പറഞ്ഞത്. അത് തെറ്റായ ഒരു വാർത്തയാണെന്ന് പറയാൻ നിങ്ങൾ കൂടി ബാധ്യസ്ഥരാണ്. അല്ല, തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ നമുക്കത് പറയാം. നമുക്ക് കിട്ടിയിരിക്കുന്ന സോഴ്സിനെ ഉദ്ധരിച്ചാണല്ലോ നമ്മൾ ആ ജില്ലാ കമ്മിറ്റി റിപ്പോർട്ടുകൾ കൊടുക്കുക. ഞാനതിലേക്ക് വരാം. അതിന് മുൻപ് ഒരു കാര്യം കൂടി മനു. ഇപ്പോൾ മനു 15 മാസമായ പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുന്നു. ഇപ്പോൾ ഇന്നലെ എം വി ജയരാജൻ ഇന്നലെ കാര്യങ്ങൾ വ്യക്തമാക്കി. അത് ആരോപണങ്ങൾ അന്ന് ഉന്നയിച്ചിരുന്നു, അത് കഴമ്പില്ല എന്ന് കണ്ട് തള്ളിക്കളഞ്ഞു എന്നാണ് എം വി ജയരാജൻ ഇന്നലെ പറഞ്ഞത്. മാത്രവുമല്ല, കൊട്ടേഷൻ സംഘങ്ങളെ പോഷിപ്പിക്കുന്ന ഒരു നിലപാട് പാർട്ടിക്കില്ല എന്നും എം വി ജയരാജൻ പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ വളരെ ഇപ്പം പറഞ്ഞത് സാഹതാർഹമായ കാര്യമാണ്. എം വി ജയരാജൻ പറഞ്ഞ കാര്യം സാഹതാർഹമായ കാര്യമാണ്. എനിക്കതിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അത് പാർട്ടി ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വളരെ നേരത്തെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു എന്നുള്ളതും, രണ്ടാമത്തെ കാര്യം ഇപ്പോഴും ഇത് പറയുമ്പോഴും ഇപ്പോഴും ഇതിനകത്ത് ഈ പറഞ്ഞ ആളുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അത് പൂർണ്ണമായും തുടച്ചു നീക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ എല്ലാം അലവുകൾ പല ഭാഗത്തായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് താങ്കൾ ഒറ്റപ്പെട്ടു പോവുകയാണോ ചെയ്തത്? താങ്കളുടെ നിലപാടുകൾ പിന്തുണയ്ക്കുന്ന ആരെങ്കിലും ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നോ? അല്ല, അത് ഞാനങ്ങനെ വ്യക്തിപരമായ ആളുകളിലേക്ക് പോകുന്നില്ല. അത് ഇതിനോട് അഭിപ്രായം ഉള്ള ആളുകൾ ഒരുപാടുണ്ടെങ്കിലും എല്ലാവരും ഒരു നിശബ്ദ ഭൂമിയിലാണ് ജീവിക്കുന്നത്. അതതിൻ്റെ ഒരു പ്രശ്നം. പക്ഷെ അതിന്റെ ഒരു സംവിധാനം എനിക്ക് മനസ്സിലായി. താങ്കൾ പുറത്തു വരുമ്പോ പക്ഷേ ഈ ആകാശ് തില്ലങ്കേരി ആവട്ടെ, ആ സംഘങ്ങളാവട്ടെ, അവരെ ഒന്നും ഇപ്പോൾ പാർട്ടി പരിഗണിക്കുന്നതേയില്ല. ഈ കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെട്ട ഇവരുടെ ബന്ധം, ആ സ്വർണ്ണക്കടത്ത് വിഷയം വന്നതിന് ശേഷം പാർട്ടി തുടർന്നിട്ടില്ല എന്നാണ് പാർട്ടി പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതും അങ്ങനെയാണ്. അതിനുശേഷം ഈ സംഘങ്ങളുടെ ഒന്നും ഉപയോഗം പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല, അവരുടെ ഒന്നും സേവനവും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല. അത് ശരിയല്ലേ? അപ്പോൾ താങ്കൾ പുറത്തു വന്നത് തെറ്റായ സമയത്താണോ? അതായത് പാർട്ടി തെറ്റിദ്ധരിക്കുന്ന സമയത്താണോ താങ്കൾ പുറത്തു വന്നത്? അല്ല, ഞാനിത് നേരത്തെ തന്നെ, ഇതിപ്പോഴല്ലല്ലോ, 1 വർഷം മുമ്പ്, 1 വർഷത്തിനധികമായി ഞാൻ പരാതി ഉന്നയിക്കുന്നത് 2 വർഷം ആയി. 2 വർഷമായിട്ട് ഉള്ള കാര്യങ്ങളാണ്. അതിനിടയിൽ തന്നെ ഈ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ തന്നെ ഈ സംഘങ്ങൾ തന്നെ പല കാര്യങ്ങൾക്കകത്തും വീണ്ടും ഇടപെട്ടതായിട്ടുള്ള വിവരങ്ങളുണ്ട്. എനിക്കെതിരായിട്ട് തന്നെ സൈബർ ആക്രമണം നടത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഇതിനിടയിൽ സംഭവിച്ചു. ഞാൻ പറഞ്ഞു, പൂർണ്ണമായിട്ട് ഈ ബന്ധങ്ങൾ അറ്റുപോയിട്ടില്ല. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിച്ചാൽ ശ്രീ മനു തോമസ്, സ്ട്രെയിറ്റ് ആയി ചോദ്യം ഇങ്ങനെയാണ്: കൊട്ടേഷൻ സംഘങ്ങളുടെ സേവനം ഇപ്പോഴും പാർട്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ശരിയല്ലേ? അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് അങ്ങനെ പെട്ടെന്ന് അറുത്തു മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് പൊതുസമൂഹത്തോട് പറയാമെങ്കിലും ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ചില മുൻകാല ബന്ധങ്ങളും പല കാര്യങ്ങളും ഉണ്ടല്ലോ. അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും അറുത്തുമാറ്റി പോകാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഇപ്പോൾ പാർട്ടി പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അതിൻ്റെ കണ്ണി വേരറ്റുപോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇപ്പോഴും പലയിടത്തും ഇരുന്ന് ഇങ്ങനെ പല കാര്യങ്ങളും ഇടയ്ക്ക് പറയാനും ഒക്കെ കഴിയുന്നത്.
ഈ കൊട്ടേഷൻ അതിന് സംഘങ്ങളുടെ ഞാൻ ഗുണം തുറന്നു പറയാം. പാർട്ടി ഇതിന് ചില പാർട്ടിക്ക് ചില ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ പറഞ്ഞോളൂ. അല്ല, ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കൾ തന്നെ ഇതിന്റെ എല്ലാം നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. താങ്കൾ ഉദ്ദേശിച്ചത് പി ജയരാജന്റെ മകനെയാണോ അത് ഇ പി ജയരാജന്റെ മകനെയാണോ? അവരൊക്കെയാണ് ഇതിന്റെയൊക്കെ അവരൊക്കെ ഞാൻ ആരുടെ പേരൊന്നും പറയുന്നില്ലേ, അവരൊക്കെയാണ് ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കക്ഷി. അതായത് വ്യവസായവുമായി ബിസിനസ്സുമായി ബന്ധമുള്ള ആളാണോ? നയങ്ങൾക്ക് മുകളിൽ ബിസിനസ്സുമായി ബന്ധമുള്ള ആളുകളാണോ? അത് വിവാദത്തിൽ വന്ന ആളുകൾക്ക് ഇതിന് പിന്നിൽ ബന്ധമുണ്ട്. പാർട്ടി നയങ്ങൾക്ക് മേലെ ഈ പറഞ്ഞ ഒരു വലിയ ഒരു ലെയറിനെ നയം പഠിപ്പിക്കാൻ ഇവർക്കൊക്കെ കഴിയുന്നുണ്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയക്കകത്തൂടെ. ഓക്കെ, പാർട്ടി ഡി സിക്ക് കിട്ടുന്ന ലൈക്കിനേക്കാളും കമന്റിനേക്കാളും അവർക്കാണ് ഇപ്പോഴും ലൈക്കും കമന്റും കിട്ടുന്നത്. പാർട്ടി ഡി സിയുടെ പേജിന് കിട്ടുന്നേക്കാളും കൂടുതൽ ലൈക്കും കമന്റും ഇവർക്കാണ് കിട്ടുന്നത് ഇപ്പോഴും. ഓക്കെ, മനു, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അതായത് ഈ പാർട്ടി നേതാക്കൾക്ക് ഈ കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനം കൊണ്ട് നേട്ടമുണ്ടായതായിട്ട് താങ്കൾ കണക്കാക്കുന്നുണ്ടോ, പാർട്ടിക്കല്ലാതെ? അവർക്ക് നേട്ടമുണ്ടായെന്നുള്ളൂ. വ്യക്തിപരമായി ഇവർ ഉപയോഗിച്ചിട്ടുണ്ടോ കൊട്ടേഷൻ സംഘത്തെ? പാർട്ടിക്ക് വേണ്ടി അല്ലാതെ. പാർട്ടിക്ക് വേണ്ടി ഓപ്പറേഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നത് താങ്കളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ നേതാക്കൾക്ക് വേണ്ടി ഈ കൊട്ടേഷൻ സംഘങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടാവുമോ? അങ്ങനൊരു ആരോപണം താങ്കൾക്കുണ്ടോ? അല്ല, തീർച്ചയായും ഇവരൊക്കെ തമ്മിൽ നല്ല ബന്ധങ്ങളായിരുന്നല്ലോ. ആ ബന്ധങ്ങളെ ഏതെല്ലാം തരത്തിൽ ഉപയോഗിച്ചെന്ന് പറയാൻ കഴിയില്ല. അത് ഇതിപ്പോൾ ഇവിടെ മാത്രമുള്ള കാര്യമല്ലല്ലോ. ഇതിപ്പോൾ എല്ലാ സ്ഥലത്തും ഇത്തരം രാഷ്ട്രീയ പാർട്ടികളും സംവിധാനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലത്തും പരിശോധിച്ച് ഇതൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിരിക്കും ചിലപ്പം. ഇത്തരത്തിലുള്ള പല സഹായങ്ങളും സേവനങ്ങളും ഒക്കെ അപ്പുറമൊക്കെ നടത്തിക്കൊണ്ടാണ് പല ആളുകളും മുമ്പോട്ട് പോകുന്നത്. അത് ഇവിടെ കണ്ണൂർ ജില്ലയുടെ മാത്രം പ്രത്യേകത. ഒരു കാര്യം കൂടി നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ, ഈ കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധം അറുത്തുമാറ്റാൻ കഴിയില്ല എന്ന് മനു പറയുമ്പോൾ, പാർട്ടിയുടെ പല രഹസ്യങ്ങളും ഈ കൊട്ടേഷൻ സംഘങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് കൊട്ടേഷൻ സംഘങ്ങൾക്ക് അറുത്തുമാറ്റാൻ പാർട്ടിക്ക് കഴിയാത്തത്. അങ്ങനെയാണോ? അതിനകത്ത് ചില ഘടകങ്ങളുണ്ട്. പക്ഷേ പാർട്ടിക്കൊരു ശക്തമായ നിലപാടെടുത്താൽ, എന്തും വരട്ടെ എന്ന് വെച്ച് നിലപാടെടുത്താൽ, കാരണം പാർട്ടിയാണല്ലോ. കാരണം പാർട്ടി എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നുപോയതാണ്. അതുകൊണ്ട് ഒരു പ്രശ്നത്തെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തും വരട്ടെ എന്ന് വെച്ച് നിലപാടെടുക്കുന്നതിൽ വേറെ പ്രയാസമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. താങ്കൾ എപ്പോഴെങ്കിലും ഇനി ഈ പാർട്ടിയിലേക്ക് തിരിച്ചുണ്ടാകുമോ? അല്ല, ഞാനിപ്പം നിശബ്ദമായിരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് നമ്മളെ എന്താ പറയുക, വരുന്ന കാലത്തിലെ എങ്ങനെയാ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് രൂപപ്പെടുക, അപ്പോൾ ആലോചിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. താങ്കൾക്ക് ഭയമുണ്ടോ? ആത്യന്തികമായി എനിക്കുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിന് നടത്തണമെങ്കിൽ ഈ പറഞ്ഞ സമരസപ്പെട്ട് നിൽക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതെന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നമാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളൊരു വിഷയമാണ്. പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കുന്ന താങ്കൾ ദുർബലനല്ലേ? പ്രശ്നമുണ്ട് എനിക്ക് ഇതിനകത്ത്. ഒറ്റയ്ക്ക് നിൽക്കുന്ന മനു ദുർബലനല്ലേ? അല്ല, ലോകത്തെ ഒറ്റയ്ക്ക് നിൽക്കുന്ന മനുഷ്യരല്ലേ കൂടുതലുള്ളത്. എല്ലാ മനുഷ്യരും ഒറ്റയ്ക്ക്. അവർ സഹകരിക്കുന്നത് ചില ഘട്ടങ്ങളിൽ സഹകരിക്കുന്നു, ബാക്കി എല്ലാ സമയവും മനുഷ്യർ ഒറ്റയ്ക്ക് നിന്നിട്ട് ജീവിക്കുന്നു. മനുവിന്റെ ഈ വെളിപ്പെടുത്തലുകൾ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണോ നയിക്കുക, പാർട്ടിക്ക് അത് ഗുണകരമാവുകയാണോ ചെയ്യുക? മനു എങ്ങനെയാണ് കണക്കാക്കുന്നത്? കാര്യം ഇതിനകം തന്നെ ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ, മറ്റു പ്രതിപക്ഷ കക്ഷികൾ ഇതൊക്കെ മനുവിന്റെ വാക്കുകൾ ഉദ്ധരിച്ചു തുടങ്ങിയിരിക്കുന്നു. അല്ല, അതിനകത്ത് ഈ നമ്മൾ ഒരു തുറന്ന സമീപനം സ്വീകരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഈ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ നമ്മൾ ഒന്ന് പുറത്ത് പറയുകയും ഉള്ളിൽ വേറൊന്ന് ചെയ്യുകയും ചെയ്യുന്ന രീതികളൊന്നും ഇനി അധികകാലം മുമ്പോട്ട് പോവില്ല എന്നുള്ളതാണ് ഈ സമീപകാലത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്ന് മനസ്സിലാകുന്നത്. ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് കുറേയൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ വിശ്വാസം നിലനിൽക്കണമെങ്കിൽ സ്വാഭാവികമായും നമ്മൾ പുറത്തെന്താണോ പറയുന്നത് അത് പരമാവധി ചെയ്തു കാണിക്കാൻ കൂടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. മനു, ഒരു കാര്യം നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ, മനുവിന് ഭയമുണ്ട്. നമ്മളൊക്കെ പുറത്ത് പ്രചരിക്കുന്ന വാർത്തകൾ, കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു നിലപാടെടുത്ത് പാർട്ടിക്ക് പുറത്തു പോവുക, പാർട്ടിക്കിലെ ഒരു ഘടകത്തിനെതിരെ വളരെ ശക്തമായ നിലപാടെടുത്താൽ പിന്നീട് ഭയപ്പെടേണ്ടി വരും എന്നൊക്കെ പ്രചരിക്കുന്നുണ്ട്. മനുവിന് ഭയമുണ്ടോ?
അങ്ങനെയൊന്നുമില്ല. ഞാൻ സത്യത്തിൽ ഈ പറഞ്ഞ എനിക്ക് ഭയപ്പെടണമെങ്കിൽ ഞാൻ ആരെങ്കിലും കൊല്ലാൻ പോയിട്ടില്ല, പിന്നെ ഇതിനൊന്നും പോയിട്ടില്ല, ദ്രോഹിക്കാനൊന്നും പോയിട്ടില്ല. ഞാനിങ്ങനെ ചില അഭിപ്രായങ്ങൾ സാമൂഹ്യമായും രാഷ്ട്രീയമായും പറഞ്ഞ കാര്യങ്ങളുടെ മേലെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത്. അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ആടിക്കളിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഉറച്ച നിലപാടുമായിട്ട് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിപ്പം നിശബ്ദമായി നിൽക്കുകയാണ്. ഞാൻ പിന്നെ എനിക്ക് ചെയ്യാൻ നേരത്തെ സമയമില്ലാത്തതുകൊണ്ട് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് വായനയും കുറച്ച് എഴുത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി എന്നെ ആർക്കെങ്കിലും കൊല്ലണമെന്ന് തോന്നിയാൽ തീർച്ചയായും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന മനുഷ്യനല്ലേ, വളരെ ഈസി ആയിട്ട് കൊല്ലാൻ സാധിക്കും. എനിക്കതിനകത്ത് ഭയമൊന്നുമില്ല. ഓക്കെ മനു, ഇപ്പോൾ എന്താ ചെയ്യുന്നത് ബൈ പ്രൊഫഷൻ? ഞാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനം നിന്ന് മാറിയിട്ടൊരു പുതിയ കാര്യത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. നേരത്തെ തന്നെ എനിക്കുണ്ടായിരുന്ന ചില സംരംഭങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തക്കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നുണ്ട്. പിന്നെ കുറച്ച് ഞാനീ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് എഴുത്തൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എഴുത്ത് കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന് വിചാരിക്കുന്നു. ഒറ്റ കാര്യം കൂടി ചോദിച്ചാൽ എനിക്കറിയാം ഏറെ സമയമായി എന്നറിയാം, പക്ഷേ മനു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ തടസ്സപ്പെടുത്താതെ പോയത്. മനു, ഈ വിവരങ്ങളെല്ലാം മനുവിനെ മനസ്സിലാക്കുന്ന ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനോട് മനു പറഞ്ഞിട്ടുണ്ടോ ഈ പുറപ്പെട്ട് അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു വരുന്ന ഘട്ടത്തിൽ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. നേരത്തെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയോടാണോ? ഒരുപക്ഷെ അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ നമ്മൾ CPM-ൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഒരു വലിയ ശൂന്യത ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന നേതൃത്വമൊക്കെ ആയിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി കൃത്യമായി കേൾക്കാനും പരിഹരിക്കാനും തയ്യാറാകുമായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ നേതൃത്വത്തിലുള്ളവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ലാതെ ഇതൊന്നും വിഷയമല്ലാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തോന്നുന്നു. സംഭവിക്കുക എനിക്കറിയില്ല. ഞാൻ കോടിയേരിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തി. കോടിയേരിക്ക് പക്ഷെ കോടിയേരി അന്നപ്പം ഞാൻ ഇത് ശ്രദ്ധയിൽപ്പെടുത്തി. ഞാൻ കത്ത് കൊടുക്കുന്നതിൻ്റെ പിറ്റേ ആഴ്ച അദ്ദേഹം വീണ്ടും ആശുപത്രിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിനെ ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് കുറച്ചുകൂടി നല്ല നിലയിൽ പരിഹരിക്കപ്പെട്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ആളുകൾക്കൊന്നും ഇത് കേൾക്കാനോ അറിയാനുള്ള താല്പര്യമില്ലാത്തതിൻ്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, വ്യക്തമാണ് മനു. തൽക്കാലം നമുക്കിതിവിടെ അവസാനിപ്പിക്കാം. മനു സുരക്ഷിതമായിരിക്കുക. മനുവിൻ്റെ സ്വതന്ത്രമായ ചിന്തകളുമായി തന്നെ മുന്നോട്ട് പോവുക. അപ്പോഴും സഖാവായിരിക്കാൻ തന്നെയാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നാണ് മനു പറയുന്നത്. താങ്ക് യു മനു, തുറന്നു പറഞ്ഞതിന്. മനു തോമസ് ആണ് നമുക്കൊപ്പം ചേർന്നത്. CPM-ൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്, ഒപ്പം DYFIയുടെ മുതിർന്ന നേതാവാണ്. മനു ഇപ്പോൾ CPM പാർട്ടിയിലില്ല. കഴിഞ്ഞ 15 മാസമായി പാർട്ടി പ്രവർത്തനത്തിൽ സജീവമല്ലാത്തതുകൊണ്ട് അദ്ദേഹം സ്വയം ഒഴിവായിരിക്കുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടിക്കെതിരെ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകളും ഒപ്പം തന്നെ പ്രതികരണങ്ങളുമാണ് മനു തോമസ് ഈ പ്രഭാതത്തിൽ നടത്തിയിരിക്കുന്നത്.